ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ചങ്കുകളും ഗഡികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രുദ്രൻ എന്ന മൂവി നമ്മൾ കണ്ടിട്ട് വെള്ളിയാഴ്ച കണ്ടതാട്ടോ. വെള്ളിയാഴ്ച സെക്കൻഡ് ഷോ വനിതാ വിനീത എന്നാണ് പടം കാണുന്നത്. ഹൗസ്ഫുള്ളായിരുന്ന പടം, 80% ആളുകളുണ്ടായിരുന്നു. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയി തന്നെ പറയാം. ഞാൻ വനിത വിനീത ഒരുപാട് പടം കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടത്. സീറ്റുള്ളൂ, പക്ഷെ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്, സൗണ്ട് സിസ്റ്റം, പിന്നെ സീറ്റിംഗ് ഒക്കെ അടിപൊളി, സൂപ്പർ. അപ്പോൾ പടം എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഇതുപോലത്തെ മൂവീസ് നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതായിട്ട് കണക്റ്റഡ് റിലേറ്റഡ് ആയിട്ട് ചില മൂവീസൊക്കെ എനിക്ക് കണക്ഷൻ കിട്ടി. ഹോളിവുഡുമായിട്ടും ചില പടങ്ങൾ കണക്ഷൻ കിട്ടി. പക്ഷേ ഇത് മലയാള സിനിമയിൽ എടുത്തൊരു രീതിയുണ്ട്, ഇത് മേക്ക് ചെയ്ത രീതി, അതിഗംഭീര വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് തിയേറ്ററിൽ പടം കൊണ്ടുപോകണ്ടെന്ന് അറിയില്ല, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. BGM കിട്ടും, ആർട്ട് വർക്ക് ചെയ്ത ചേട്ടനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ക്യാമറ, സിനിമോട്ടോഗ്രാഫി ഒക്കെ എല്ലാവരും ആരും പേരെടുത്ത് പറയുന്നില്ല, ഒരു രക്ഷയില്ല ടെക്നിക്കലി. പിന്നെ രാജ്പി ഷെട്ടി, അപർണ ബാലമുരളി, ഇവർ രണ്ടുപേരും തകർത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഓപ്പോസിറ്റുള്ള ഒരു സീനുകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലൊരു ടിസ്റ്റും ഫൈറ്റും സൂപ്പർ. ഇങ്ങനത്തെ കണക്റ്റഡ് ആയിട്ടുള്ള മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ എൻഗേജിങ് ആക്കിയിട്ട് പടം കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു സർവൈവൽ ത്രില്ലർ മൂവിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇതിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ അത് പിടിച്ചിരുത്തുന്നുണ്ട്. 2 മണിക്കൂർ 5 മിനിറ്റ് തന്നെ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. എസ്പെഷ്യലി പടം മെല്ലെ തുടങ്ങി മെല്ലെ താളം കണ്ടെത്തി ഇന്റർവെല്ലിന് ശേഷം പടം ഫാസ്റ്റിലേക്ക് ഭയങ്കര വേഗതയിൽ പോകുന്നൊരു ഫീലൊക്കെ കിട്ടിയത്. പിന്നെ നൈറ്റൊക്കെ കുറെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്, സൂപ്പറാണ്. കാടിനുള്ളിൽ കുറെ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സുള്ള ഒരു സുനി എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ ഒരു ക്യാരക്ടർ ചെയ്തതായിട്ട് ചേട്ടനുണ്ട്. ആളത് കുമാർ ദർശൻ എന്താണ് ആളെ പേര്. ആള് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ തടിച്ചിട്ട് ചേട്ടനുണ്ട്, കുമാരദാസ്, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആ തടിച്ചിട്ട് ചേട്ടൻ്റെ പേരെന്നറിയും. പിന്നെ രമേശ് വർമ്മ, അതുപോലെ തന്നെ PK ബാബു, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ജിഷോ ലോൺ ആന്റണിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആളെ ആദ്യത്തെ മൂവിയാണ് കേട്ടത്. ജേവന ഫില്ലിമൻ ഒരുപാട് പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ മൂവിയായിരുന്നു. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രുദ്രം എന്നൊരു വാക്ക്, ചുവപ്പ്, നമുക്ക് എത്ര നമ്മൾക്ക് ഒരാളെ നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് അതിലേക്ക് എന്തായാലും പ്രതികാരം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതൊരു മരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഹേഡൊക്കെ പറയുന്നുണ്ട് ക്ലൈമാക്സിൽ. സൂപ്പറാണ്. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് പടത്തിൽ. പിന്നെ വേറെ പെർഫോമൻസുകൾ അത് എടുത്തു പറയുന്നുണ്ട്. അപർണ ബാലമുരളി, രാജ് ഷെട്ടി അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പടം. അവർ പെർഫോമൻസ് കാണാൻ വേണ്ടി നമുക്ക് ഈ പടം കാണാം. അത്ര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും 100% നീതി പുലർത്തിയ പടം. പ്രത്യേകിച്ച് ഒരു എലിയുടെ ഒരു സംഭവം, ഒരു എലി വരുന്നുണ്ട്. എലിയുടെ എലിയെ കൊണ്ട് ചീച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, സൂപ്പറാണ്. ആ ഒരു സർവൈവൽ, ഒരു എലി പെട്ടുകിടക്കുക വേണ്ട, കഥ സ്പോയിലർ കണ്ടതാണ്. ഒരു നായ്ക്കുട്ടി 1-2 സീനുകളൊക്കെ ഉണ്ട്, അതിരസമാണ്. പിക്കു എന്നാണ് നായ്ക്കുട്ടിനെ വിളിക്കുന്നത്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പടത്തിൽ കണക്ഷൻ എനിക്ക് കിട്ടി. പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ എനിക്ക് കിടക്കുന്നില്ല. പടം അത് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക. അല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പോയി കാണും, നല്ല തിയേറ്ററിൽ കാണും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് കണക്ട് ചെയ്ത് പറയാനുണ്ട്. പക്ഷെ അതായത് പറഞ്ഞു കഴിഞ്ഞതിൽ ഒരുപാട് സ്പോയിലർ കണ്ടന്റ് വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോയി കാണുക, ടിക്കറ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക, നല്ല തിയേറ്ററിൽ കാണുക. ഓക്കെ, ബൈ.